ഫ്രണ്ട്സ്, വെൽക്കം ടു ലോ ആൻഡ് ലാഡർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു കുടുംബത്തിനകത്ത് പെൺമക്കൾക്ക് എത്രത്തോളം അവകാശമുണ്ട് എന്നതിനെ കുറിച്ചാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ള കാര്യം, അവകാശം എന്ന് പറയുന്നത് കേവലം ഒരു ഔദാര്യമല്ല. അവകാശം എന്നത് നിയമപരമായിട്ടുള്ള ഒരു ശക്തിയാണ് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. 2005 നിയമ ഭേദഗതിക്ക് മുൻപ് സ്ത്രീകൾക്ക്, പെൺമക്കൾക്ക് ആൺമക്കൾക്കുള്ളതുപോലെ അച്ഛൻ്റെ സ്വത്തിൽ, പൂർവിക സ്വത്തിൽ ഒന്നും ഒരു തുല്യ അവകാശം ഇല്ലായിരുന്നു. അച്ഛൻ മരണപ്പെടുന്നത് വിൽപത്രം എഴുതി വെക്കാതെയാണെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടപത്രം എഴുതി വെക്കാതെയാണ് എങ്കിൽ അവർക്ക് കിട്ടുന്ന മകന് കിട്ടുന്ന സ്വത്തിൻ്റെ 1/4 ഭാഗം മാത്രമാണ് മകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 2005 നിയമ ഭേദഗതിക്ക് ശേഷം ആൺമക്കൾക്കുള്ളതുപോലെ തന്നെ പെൺമക്കൾക്കും അച്ഛൻ്റെ സ്വത്തിൽ തുല്യ അവകാശമുണ്ട് എന്നും സ്ത്രീകൾക്ക് കിട്ടേണ്ടത് ഒരു ജന്മാവകാശമാണ് എന്നും തീരുമാനിക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞെന്ന് കരുതിയോ മതം മാറി എന്ന് കരുതിയോ ഈ നിയമത്തിന് അല്ലെങ്കിൽ ഈ അവകാശത്തിന് നിഷേധിക്കപ്പെടുന്നില്ല. അച്ഛൻ ജീവനോടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ആൺമക്കൾക്കുള്ളതുപോലെ തന്നെയുള്ള തുല്യ അവകാശം സ്ത്രീകൾക്കും അച്ഛൻ്റെ സ്വത്തിൽ ഉണ്ട്. ഇത്തരത്തിലുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു വക്കീലിനെ കണ്ട് മതിയായ രേഖകളെല്ലാം ഹാജരാക്കി കോടതി വഴി ഒരു ഹർജി സമർപ്പിക്കാവുന്നതാണ്. അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത് തന്നെയാണ്. നേടിയെടുത്തവ നിലനിർത്തുകയും ചെയ്യേണ്ടതാണ്. അവകാശം എന്ന് പറയുന്നത് ഔദാര്യമല്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. സ്വത്തവകാശത്തെക്കുറിച്ച്, സ്ത്രീകളുടെ സ്വത്തവകാശത്തെക്കുറിച്ച് ഒരു ലോങ് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ ലോ ആൻഡ് ലാഡറിലൂടെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.